കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്തിയിരിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ രാഹുലും ഷാഫിയും ഭീഷണിപ്പെടുത്തുന്നു. നേതാക്കൾക്ക് പോലും രാഹുലിന് സംരക്ഷണം ഒരുക്കേണ്ടി വരുന്നത് ഈ ഭയത്തെ തുടർന്നാണ്. സൈബർ ആക്രമണത്തിന് വേണ്ടി മാത്രം ഷാഫിയുടെ നേതൃത്വത്തിൽ വാർ റൂം പ്രവർത്തിക്കുന്നുണ്ടെന്നും സനോജ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അടിമകളായി മാറിയെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു. മുതിർന്ന നേതാക്കളെപ്പോലും ഇവർ ഭീഷണിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നേതാക്കൾക്ക് രാഹുലിന് സംരക്ഷണം ഒരുക്കേണ്ടി വരുന്നതെന്നും വി കെ സനോജ് പറഞ്ഞു. ഈ ക്രിമിനൽ സംഘത്തിന്റെ കൈകളിലാണ് കേരളത്തിലെ കോൺഗ്രസ്. കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഈ ഷാഫിയും രാഹുലും അടങ്ങുന്ന ടീം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നേതാക്കന്മാർ ഇവർക്ക് അനുകൂലമായ ചില പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത്. രാഹുലിനെതിരെ ഏത് നേതാവ് പറഞ്ഞാലും സൈബർ ആക്രമണം നടത്താനാണ് ഷാഫി പറമ്പിലിന്റെ നിർദ്ദേശം. ഇതിനായി വടകര കേന്ദ്രീകരിച്ച് വാർ റൂമും പ്രവർത്തിക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷണം വേണം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ സംഭവം ഉയർന്നു വന്നതിന് ശേഷം ഈ ഷാഫിയുടെ നേതൃത്വത്തിൽ ഒരു വാർ റൂം പ്രവർത്തിക്കുന്നു എന്നാണ് അവർക്കിടയിൽ നിന്ന് പുറത്തു വരുന്ന വിവരം. ആ വാർ റൂമിൻ്റെ തലവനായി ഷാഫി ഇരിക്കുകയാണ്. എന്നിട്ട് രാഹുലിനെതിരായിട്ട് വരുന്ന അഭിപ്രായങ്ങൾ നോക്കും. വി ഡി സതീശൻ രാഹുലിനെതിരായി പറഞ്ഞോ, എന്നാൽ പിന്നെ സതീശനെയും വിടണ്ട, ചാമ്പിക്കോ എന്നാണ്. രാഹുലിനെതിരായിട്ട് ഏത് കോൺഗ്രസ് നേതാവ് പറഞ്ഞാലും ഏത് വനിതാ നേതാവ് പറഞ്ഞാലും അവർക്കെതിരായിട്ട് സൈബർ അറ്റാക്ക് നടത്തിക്കോ എന്ന ആഹ്വാനമാണ് ഈ ഷാഫിയുടെ വാർ റൂം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് സംബന്ധിച്ചും ഗൗരവമായ അന്വേഷണം നടത്തണം. ഇവർക്ക് ഇതിനുള്ള പണം എവിടെ നിന്ന് കിട്ടുന്നു എന്നും ആലോചിക്കണം. കുറച്ച് നടിമാരെ റീൽസിൽ അഭിനയിക്കാൻ കിട്ടിയാലും ജനങ്ങൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇമേജ് ഉണ്ടാക്കാൻ കഴിയില്ലെന്നും വി കെ സനോജ് പറഞ്ഞു. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നിട്ടുള്ളത്. ഇരയെ ബലാത്സംഗം ചെയ്ത് നഗ്നചിത്രം എടുത്തു എന്നൊക്കെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതെല്ലാം പുറത്തുവരുമ്പോഴും CPM ആണ് ഇരക്ക് പിന്നിൽ എന്ന് പറയുകയാണ് അടൂർ പ്രകാശിനെ പോലുള്ള നേതാക്കൾ. ഈ പെൺകുട്ടിയുമായി CPMന് ഒരു ബന്ധവുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. ശക്തമായ സമരപരിപാടികളുമായി ഡിവൈഎഫ്ഐ രംഗത്തുണ്ടാകുമെന്നും വി കെ സനോജ് മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.